വീണ്ടും നമസ്കാരം, എല്ലാത്തിനും നന്ദി. ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതെല്ലാം ബലൂണാണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഒരു ദൈവദാസൻ, അത് മതി. പിന്നെ സൗകര്യമാർക്കൊരു നന്ദി. എവിടെ ചെന്നാലും നിങ്ങളുണ്ടാക്കുന്ന ആഹാരം വളരെ സ്വാദിഷ്ടമാണ്. കാരണം എന്താണെന്ന് അറിയാം, നിങ്ങൾ ഒരു ഇൻഗ്രീഡിയൻറ്റും ഉണ്ട്, സ്നേഹം. സ്നേഹത്തിലാണ് നിങ്ങൾ ചാലിച്ചാണ് ആഹാരം തരുന്നത്. സോ ഇറ്റ്സ് സോ ടേസ്റ്റി. താങ്ക് യു. ഓക്കെ, നമുക്ക് ഉപദ്രവങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. ഇത് പുത്തരിയല്ല. ബൈബിളിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് കഷ്ടതയിൽ വലിയ നേട്ടങ്ങൾ നേടിയ സംഭവങ്ങൾ. നമുക്ക് ഹബക്കക്കിൻ്റെ പ്രവചനത്തിലേക്ക് തിരിയാം. വേദപുസ്തകത്തിൽ ഉടനീളം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അധികം നാം ചിന്തിക്കാതിരിക്കുന്നതാണ്, എന്നാൽ നമുക്കറിയാവുന്ന ഒരു വിഷയമാണ് ഹബക്കക്കിൻ്റെ പ്രവചനം. ബുക്ക് ഓഫ് ഹബക്കക്ക് ചാപ്റ്റർ 1 വേഴ്സ് 1 to 3. ആർക്കെങ്കിലും വായിക്കാവോ? നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എൻ്റെ മുമ്പിലുണ്ട്, കലഹം നടക്കുന്നു. മതി 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 മതി. ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവത്തോട് നമുക്ക് വഴക്ക് പിടിക്കാൻ കഴിയും. നമുക്ക് യുദ്ധം ചെയ്യാം, ഒരു പടിയില്ല. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. ദൈവത്തിൻ്റെ മക്കളാണ്. സൃഷ്ടിയാവെന്നുള്ളതിൽ നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തെ എതിർക്കുന്നവരെ പോലും ദൈവത്തിന് കാരണമുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഇല്ലേ, നമ്മുടെ എല്ലാവരും ഒരുപോലെയാണ്. അപ്പനും അമ്മയോട് എതിർക്കുന്നവരല്ലേ, അവരെയും അപ്പനും അമ്മയും സ്നേഹിക്കും. അതാ ദൈവം. ആ ഗോഡ് ഈസ് എ കമ്മ്യൂണിക്കേറ്റിംഗ് ഗോഡ് അല്ലേ. ആശയ സംവേദനം നടക്കുന്ന ദൈവമാണ്, ആരെയും ഒഴുതിത്തള്ളുന്ന ദൈവമല്ല. അത് നാം വളരെ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ബ്രദറൻ പ്രസ്ഥാനത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ആരെ എഴുതിത്തള്ളുന്നവരായിരുന്നില്ല. അവരത് ധരിച്ചു, ഇത് ധരിച്ചു, അങ്ങനെ ഡ്രസ്സ് ചെയ്തൊന്നുമില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്നത്, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയക്കാർ സാധാരണ പറയുന്ന ഇലക്ഷൻ വരുമ്പോൾ ചേർത്ത് പിടിക്കുന്നു, ചുമ്മാ നോൺസെൻസ്. ആരെയും ചേർത്ത് പിടിക്കുന്നില്ല. എന്നാൽ ദൈവം ചേർത്ത് പിടിക്കുന്നവനാണ്. ഏത് ചോദ്യവും നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ കഴിയും. ഹബക്കക്കിന് വലിയ പ്രശ്നമുണ്ടായി. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളെ നേരിടുവാൻ വേണ്ടി കൽദയരെ, അതായത് ബാബിലോണിയൻസിനെ കൊണ്ടുവരുന്നു. അത് ക്രൂരന്മാരാണ്. ആ ക്രൂരന്മാരെ എങ്ങനെ സഹിക്കാൻ കഴിയും? ഹബക്കക്ക് പറയുന്നത്, കർത്താവേ, എന്താ നീ എന്താ ചെയ്യുന്നേ? എനിക്കങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഹിസ് എ ഡയലോഗ്, എ കോൺവെർസേഷൻ. നമ്മുടെ ദൈവത്തിൻ്റെ ഗുണം അതാ. യു ക്യാൻ ഹാവ് എ ഡയലോഗ്. കർത്താവുമായിട്ട് നമുക്ക് യുദ്ധം ചെയ്യാം, ചോദിക്കാം. എന്തുകൊണ്ടെന്ന് ചോദിക്കാം, എന്തിനാന്ന് ചോദിക്കാം. എല്ലാത്തിനും മറുപടി അതുപോലെ കിട്ടത്തില്ല. ചിലപ്പം മറുപടി തരും നോ എന്നാകാം, യേസ് എന്നാകാം, വെയിറ്റ് എന്നാകാം. അപ്പം മറുപടി തരും. ഹബക്കക്കിൻ്റെ പ്രശ്നം, നീ എന്തിനാണ് വിശുദ്ധരായ നല്ലവരായ യഹൂദന്മാരെ, ഇസ്രായേൽ മക്കളെ ഉപദ്രവിക്കാൻ വേണ്ടി ക്രൂരന്മാരായ യഹൂദന്മാരെ, ബാബിലോണിയൻസിനെ കൊണ്ടുവരുന്നത്? ചരിത്രം നമുക്കറിയാം. ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. ഇതിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ പഠിക്കാൻ നാം ആഗ്രഹിക്കുകയാണ്. അവർക്ക് ചോദിക്കുകയാണ്, നീ കവർച്ചയും സാഹസവും എൻ്റെ മുമ്പിലുണ്ട്, കലഹം നടക്കുന്നു, ശണ്ട ഉളവായി വരുന്നു, അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു. സി, ദർ ഇസ് അനാർക്കി. ആകപ്പാടെ ഇവിടെ അനാർക്കിയാണ് ഇവിടെ നടക്കുന്നത്. പൊളിറ്റിക്കൽ ഫെയിലിയർ, രാഷ്ട്രീയമായ പരാജയമാണ് ഇവിടെ. ആൻഡ് മോറൽ ഡീജനറേഷൻ, ധാർമ്മികമായ അധപ്പതനമാണ് സമൂഹത്തിൽ. സ്പിരിച്വൽ ഡാർക്ക്നെസ്, ആത്മീയമായ അന്ധതയാണ്. ഇന്നും അതല്ലേ? അപ്പോൾ ഇസ്രായേലിനോട് മകത്തിൽ ദൈവം വിളിച്ചു വേർതിരിച്ചതാണ്. രാവിലെ നാം വായിച്ചല്ലോ, ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ, നിന്നിൽ ഞാൻ സകല ജാതികളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ ഏക ഉദ്ദേശം ഈ അബ്രഹാമിൽ കൂടെ, അതിൻ്റെ പരമ്പരയിൽ കൂടെ സകല ജാതികളെ അനുഗ്രഹിക്കാനുള്ളതാണ്. ആ വലിയ ആഗോള ദൗത്യത്തിൻ്റെ ഭാഗമായി ഇസ്രായേലിനെ ദൈവം ഒരു ബാലപാഠമാക്കുകയാണ്. വാസ്തവത്തിൽ ഉൽപ്പത്തി 12 മുതൽ മലാക്കി 4 വരെ ഇസ്രായേലിൻ്റെ ചരിത്രമാണ്. അത് വലുതായിട്ട് നമ്മൾ പാഠം ഉൾക്കൊണ്ടാൽ മതി. ആ ഇസ്രായേലിനെ ദൈവം കൈവിടത്തില്ല, അതിന് സംശയമില്ല. ഈയിടെ ഒരു ബ്രദറുകാരൻ ബാംഗ്ലൂരിൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്നാടാ ഇസ്രായേൽ? ഞാൻ എനിക്ക് ഇസ്രായേലല്ല, ഇന്നത്തെ ഇസ്രായേലല്ല. ഈ റോമാലേഖനത്തിൽ പൗലോസ് തന്നെ രേഖപ്പെടുത്തിയതാണ്, ഇസ്രായേലിനെ ദൈവം കൈവിടുകയില്ല. ഞാൻ അന്ധമായ ഇസ്രായേലിൻ്റെ പിന്നാലെ അല്ല. രാഷ്ട്രീയമായ ഉരുത്തിരിവുകൾ ഉണ്ടാകും. ഈ ഇന്നത്തെ ഇസ്രായേലിനെ അല്ല ദൈവം അങ്ങ് രക്ഷിക്കപ്പെട്ട കൂട്ടത്തിൽ എന്ന് പറയുന്നത്. ഇന്നത്തെ ഇസ്രായേലിന് വലിയ വ്യത്യാസം ഉണ്ടാകുന്നൊരു സംശയമില്ല. ഇന്ന് 20% മെസ്സിയാനിക് ജ്യൂസാണ്. അവിടെ ജോയൽ റോസൻബർഗ് എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ മെസ്സിയാനിക് ജ്യൂ ഉണ്ട്, എൻ്റെ ഒരു സ്നേഹിതനാണ്, അമേരിക്ക വെച്ച് കാണാൻ അറിയപ്പെടുന്ന ജേർണലിസ്റ്റാണത്. ജോയൽ റോസൻബർഗ്, നിങ്ങൾ കേൾക്കണം, അമിത് സർഫാത്തി, ഇതൊക്കെ കേൾക്കേണ്ടതാണ്. ജോയൽ റോസൻബർഗ്
അർക്കൻസാസ് യൂണിവേഴ്സിറ്റിയിൽ സിറാക്യൂസ് യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ GLSലെ മാനേജറായിരുന്ന ഇപ്പൻ്റെ ബ്രദറുണ്ട്, കോശി സാറ്. അദ്ദേഹം സിറാക്യൂസ് യൂണിവേഴ്സിറ്റിയിലെ ചാപ്ലൈനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എല്ലാം വരുമായിരുന്നു. അങ്ങനെ ജോയൽ റോസൻബർഗ് ഒരു യഹൂദനായിരുന്നു. ജോയൽ റോസൻബർഗ് യഹൂദനെ അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടു. ജോയൽ റോസൻബർഗ് രക്ഷിക്കപ്പെട്ടു. വലിയ ഇന്ന് അമേരിക്കൻ പ്രസിഡൻറ്റും എല്ലാവരും ഇവിടെ അടുത്ത ഒരു അഡ്വൈസറാണ്. എല്ലാം നിങ്ങൾ കേൾക്കണം. ജോയൽ റോസൻബർഗ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും, കേൾക്കണം റെഗുലറായിട്ട്. ഞാൻ ഇവിടുത്തെ ഒന്നും കേൾക്കാറില്ല. വാസ്തവത്തിൽ ഇസ്രായേലിൽ നിന്ന് നടക്കുന്നത് ബൈബിളിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കണമെങ്കിൽ അമീർ സഫാത്തി ആൻഡ് ജോയൽ റോസൻബർഗ് അങ്ങനെ വിശ്വാസത്തിൽ ഒന്നാണ്. ഒരു ബ്രദറുകാരൻ അഭിമാനമാണ്. ഒരു ബ്രദറുകാരൻ മുഖാന്തരം കർത്താവിലേക്ക് വന്ന ദൈവദാസനെ ശക്തമായി രാഷ്ട്രീയ മേഖലകളിൽ ഒരു മീഡിയ ആളായിട്ട് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. വളരെ ശക്തമാണ്. ബൈബിളുമായിട്ടുള്ള ആധികാരികമായ സന്തുലിത സ്ഥിതിയിൽ ലോകത്തിലെ ജിയോ പൊളിറ്റിക്സ് സംവേദനം ചെയ്യുന്ന ഒരാളാണ് ജോയൽ റോസൻബർഗ്. അമീർ സഫാത്തി അതൊക്കെ കേൾക്കണം. യുവതിവക്കന്മാർ കേൾക്കണം. ബാക്കി ഈ CNN ഒന്നുമില്ല, അല്ലെങ്കിൽ CBN കേൾക്കണം. വാസ്തവത്തിൽ ശരിയായ ഒരു വാർത്ത നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ CBN, അതെല്ലാം പ്രിജുഡിസ്ഡാണ്. എല്ലാം സ്ഥാപിത താല്പര്യ അടിസ്ഥാനത്തിൽ വാർത്തകളെ വളച്ചൊടിക്കുകയാണ്. CBN നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം, അന്തർദേശീയമായ വാർത്തകൾക്ക് വേണ്ടി. ഈ രണ്ടും നമ്മൾ വേദപുസ്തകത്തെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഐ എം ഇൻ റെഗുലർ ടച്ച് വിത്ത് ദം. അപ്പോൾ അങ്ങനെയുള്ള മെസ്സാനിക് ജ്യൂസിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോൾ 20% യഹൂദന്മാർ മെസ്സാനിക് ജ്യൂസാണ്. ദൈവത്തിന് സ്തോത്രം. വലിയൊരു മൂവ്മെൻറ്റ് നടക്കുകയാണ്. അപ്പം ഇസ്രായേലിനെക്കുറിച്ച് ദൈവത്തിന് ആഗ്രഹമുണ്ട്. റോമാലേഖനത്തിലെ 10-11 അധ്യായങ്ങളിൽ പൗലോസ് പറയുന്നത് അതാണ്. നമുക്ക് രാഷ്ട്രീയമായി ഇന്ന് നടക്കുന്ന യുദ്ധം നമുക്ക് യോജിപ്പില്ല, എന്നാൽ യുദ്ധത്തിന് ദൈവത്തിന് പരിപാടിയുണ്ട്. ഒക്ടോബർ 7 അവിടെ നടന്ന പ്രശ്നം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, 2 വർഷത്തിനകത്ത് തീരുമെന്ന് ഗാസ. കാരണം ദൈവത്തിന് വചനത്തിലുള്ളതാണ്. ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇതിങ്ങനെ കൂടി 1-2 മാസം യുദ്ധം തീരും. ഒരു ഞാൻ മാത്യു സാമുവൽ ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് എ കാം ബിഫോർ സ്റ്റോം. കൊടുങ്കാറ്റിന് മുമ്പേ ഉള്ള ഒരു ശാന്തതയാണ് ഇന്ന് രാഷ്ട്രീയത്തിൽ നാം ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ശാന്തത വന്നേ മതിയാവും. എന്നിട്ട് GDP ഈ യുദ്ധത്തിൻ്റെ മധ്യത്തിലും ആളോഹരി GDP ലോകത്തിൽ ഒന്നാമത് നിൽക്കുന്നത് ഇസ്രായേൽ. അതായത് അവിടെ എല്ലാം പണി നടക്കുന്നുണ്ട്. ഒരു വശത്ത് യുദ്ധം അവിടെ. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്, മോദിയോട് പറഞ്ഞു കഴിഞ്ഞു 2 ലക്ഷം ഇന്ത്യക്കാരെ അയക്കണമെന്ന്. അപ്പോൾ വസ്തുവിനൊക്കെ വില കൂടും കേട്ടോ. അപ്പം പെട്ടെന്ന് വിറ്റ് നമുക്ക് കർത്താവിൻ്റെ വിലയ്ക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടെ എല്ലാം ഒരു ശാന്തത വരും. തുറക്കാൻ പോവുകയാണ്, ഇസ്രായേൽ തുറക്കാൻ പോയി. ഇപ്പോൾ ടൂറിസം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് തൽക്കാലം ശാന്തമാക്കും. കാരണം നമ്മൾ ഈ കേൾക്കുന്ന വാർത്തയൊന്നുമില്ല, ഈ ഇറാനെ നിലംപരിച്ചാക്കിയിരിക്കുകയാണ്. അവിടെ ഒരു വ്യത്യാസം ഉണ്ടാകുന്നുള്ള സംശയം നമുക്ക് പ്രാർത്ഥിക്കാം. ഇറാനിലാണ് ഏറ്റവും കൂടുതൽ 60% ക്രിസ്ത്യാനികളായി എന്നാണ് പറയുന്നത്. 60%. അപ്പോൾ പീഡനത്തിൻ്റെ മധ്യയിൽ അതല്ലേ സംഭവിക്കുന്നത്. അത് തന്നെ ഇന്ത്യയിൽ നടക്കും. അപ്പോൾ ഇസ്രായേലിനെക്കുറിച്ച് ദൈവത്തിനൊരു ആഗോള പദ്ധതിയുണ്ട്. നാം എടുക്കപ്പെടുമ്പോൾ ഇവിടെ 7 വർഷത്തെ മഹാപീഡനത്തിൽ കൂടെ അവർ കടന്നു പോകും. അങ്ങനെ അവർ വിശ്വസിക്കും. 144,000 പേര് 12 ഗോത്രത്തിൽ നിന്ന് 12,000 പേരെ ശേഖരിച്ചിട്ട് അവർ സുവിശേഷം പറയും. 2 ദൈവത്തിൻ്റെ ദൂതന്മാർ സുവിശേഷം പറയും. 3.5 വർഷം കഴിയുമ്പോൾ അതിനുശേഷം അവർ കൊല്ലപ്പെടുകയും ചെയ്യും. എന്നിട്ട് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് പറയുന്നുണ്ട്, അത് ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഇവിടെ പഴയ നിയമകാലത്ത് ഉണ്ടായ വലിയൊരു പ്രശ്നം, ഗോഡ് വാട്ട് ആർ യു ഡൂയിങ്? 3 നമുക്ക് ഭാഗങ്ങളറിയാം. 7-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദേരെ ഉണർത്തും. അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂഖണ്ഡത്തിൽ നീളെ സഞ്ചരിക്കുന്നു. അവർ ഘോരവും ഭയങ്കരവുമായുള്ളവരാണ്. അവരെ കുതിരകൾ പുള്ളിപ്പുലികളെ പോലെ വരും. താഴെ കഴുകൻ പറന്നുപോലെ അവർ വരും. എന്നിട്ട് പറയുകയാണ്, അവരെ അന്ന് അവൻ കാറ്റുപോലെ അടിച്ച് കടന്നാതിക്രമിച്ച കുറ്റക്കാരനായി തീരും. സ്വന്തം ശക്തിയിലല്ലോ അവന് ദൈവം. എൻ്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ, എൻ്റെ പരിശുദ്ധനല്ലയോ, ഞങ്ങൾ മരിക്കയില്ല. ഇവിടെ ദൈവത്തോട് 3 ആരോപണങ്ങളാണ് ഹബക്കൂക്ക് ചെയ്യുന്നത്. ഒന്ന്, ഗോഡ് യു ആർ എൻ ഇൻഡിഫറൻറ്റ് ഗോഡ്. നീ ഒരു നിസ്സംഗതനാണ് അല്ലേ. ഇവിടെ എല്ലാം പ്രശ്നങ്ങൾ നടക്കുക, എങ്ങനെ ഇടപെടുന്നില്ലയോ? ഇവിടുത്തെ പാപം വർദ്ധിക്കുകയാണ്, ചണ്ട വർദ്ധിക്കുകയാണ്, ധാർമ്മിക അധപ്പതനമാണ്, മൂല്യച്യുതിയാണ്. അങ്ങൊന്നും നീ നിസ്സംഗതയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇല്ല, ഞാൻ പ്രവർത്തിക്കും. പക്ഷെ എന്താ പറയുന്നത്? ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ പോയാൽ നിനക്ക് മനസ്സിലാകത്തില്ല. ദെൻ ഗോഡ് സേസ് വി ഡോണ്ട് ലിവ് ബൈ എക്സ്പ്ലനേഷൻസ്, വി ലിവ് ബൈ പ്രോമിസസ്. വിശദീകരണത്തിലല്ല, വാഗ്ദത്തത്തിലാണ് നിന്റെ വിജയം.
ഞാൻ വിശദീകരിച്ച് പറഞ്ഞാൽ അവർക്കൊക്കെ നിനക്ക് മനസ്സിലാകാൻ പോകുന്നില്ല. അതാണ് അടുത്ത 3 അധ്യായങ്ങളിൽ ദൈവം ഇടപെട്ട് ഹബക്കൂക്കിനോട് പറയുന്നത്. പ്രശ്നാധിഷ്ഠിതമായ അന്തരീക്ഷത്തിൽ പ്രശ്നത്തിന് പരിഹാരം ഞാനാണ് ചെയ്യുന്നത്. അത് ഒരു മാനുഷിക ബുദ്ധികൾക്ക് അതീതമായതല്ല, ബിയോണ്ട് ദാറ്റ് സ്വർഗീയമായ ഇടപെടലുകളാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കതാണ് പറയാനുള്ളത്. ഭാരതത്തിൽ ദൈവം ഇടപെടും, സംശയമില്ല. എവരി നീ ഷാൽ ബൗ, എവരി ടങ് ഷാൽ കൺഫസ് ദാറ്റ് ജീസസ് ഈസ് ലോർഡ്. എല്ലാ മുഴങ്കാലും മടങ്ങി എല്ലാ നാവും യേശു എന്ന് പറയാൻ പോവുകയാണ്. That India will be filled with the knowledge of the glory of Christ as waters cover the sea. വെള്ളം സമുദ്രത്തിൽ നിറയുന്നത് പോലെ ഇന്ത്യ മഹാരാജ്യം ദൈവത്തിൻ്റെ വചനത്താൽ ക്രിസ്തുവിൻ്റെ പ്രഭയാൽ നിറയാൻ പോവുകയാണ്. അതിൽ ഞാനും നിങ്ങൾ കരുക്കളാകണം. അത്രയേ ഉള്ളൂ. നമ്മൾ കരഞ്ഞാൽ മതി. കണ്ണുനീരിൽ വിതച്ചാൽ ആർപ്പോടെ കൊയ്യാൻ പോവുകയാണ്. നമുക്ക് കുറേ നാൾ ഒന്നും വെളിയിൽ പറയണ്ട. നമുക്ക് പരസ്യവും പാടില്ലായിരിക്കാം, കൂട്ടായ്മകളൊക്കത്തില്ലായിരിക്കാം. എന്നാൽ ഈ ഇതടയ്ക്കുവാൻ ഞാനും ദൈവമായിട്ടുള്ള സംസർഗം നിലനിർത്തുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. നിങ്ങൾക്ക് ഞാൻ ഈയിടെ എൻ്റെ ഒരു യൂട്യൂബിൽ ഞാൻ പറഞ്ഞു, RSS നിങ്ങൾക്ക് പറയാം, നിങ്ങൾ ചിന്തിക്കാം, യു ക്യാൻ കിൽ ആൻഡ് ഗ്രോ, കിൽ us and you will grow, but we will die and we will grow. നിങ്ങൾ ഞങ്ങളെ കൊന്നു മുടി വളരുമെന്ന് വിചാരിക്കുമില്ല, ഞങ്ങൾ ചത്ത് വളരും. The blood of the martyrs is the seed of the church. രക്തസാക്ഷിയുടെ രക്തം സഭയുടെ വിത്താണ്. ചരിത്രം അതാണ്. ടെർട്ടൂലിയൻ പറഞ്ഞതാണ്, ഇന്നും അതാണ്. എവിടെയെല്ലാം പീഡനമുണ്ടോ, ചൈനയിൽ നിങ്ങൾ പലരും വായിച്ചു കാണും, ഹെവൻലി മാൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്, ബ്രദർ യൂണിൻ്റെ. നിങ്ങൾ വായിക്കണം, ഇറ്റ്സ് അവൈലബിൾ, വെരി ഗുഡ് ബുക്ക്. അത്ഭുതകരമാണ്. ഈ പൗലോസിൻ്റെ കാലത്ത് നടന്ന പോലെ ചൈനയിലെ 8-9 വാതിലുകൾ, ഇരുമ്പ് വാതിലുകൾ തന്നെ തുറക്കുന്നു. വിശ്വസിക്കാമോ? ആ പുസ്തകം എൻ്റെ കിട്ടിയപ്പോൾ ഞാൻ വായിച്ചു. സാധാരണ ഞാൻ പത്രക്കാരാണല്ലേ, പെസിമിസ്റ്റാണ്. ഇത് ശരിയാ, അതുപോലെ ബ്രദർകാരനാണ്. ഈ അത്ഭുതമൊക്കെ വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ് ബ്രദർകാരൻ. അപ്പോൾ ഞാൻ വിശ്വസിച്ചു. ഞാൻ 2 കാര്യം കർത്താവിനോട് പറഞ്ഞു. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്ന് കാണണം, വലിയ രക്ഷയുണ്ട്. എനിക്ക് അങ്ങനെ നോക്കുന്നത് ഇത് ഇങ്ങനെ ഒന്ന് കാണണം. ഞാൻ ഇന്തോനേഷ്യയിൽ ഒരു മീറ്റിങ്ങിന് പോയിക്കാം, ജക്കാർത്തയിൽ. അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ഹോട്ടൽ 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. എനിക്ക് എന്ത് ആഗ്രഹം, ചുമ്മാതെ യൂണിൻ്റെ ആളിനെ ഒന്ന് കാണണം. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കഴിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വന്നത് ക്രൗൺ പബ്ലിഷേഴ്സിൻ്റെ എഡിറ്ററാണ്. എൻ്റെ നേരെ ഞങ്ങളെല്ലാം കൂടി ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിന് പോയതാണ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ക്രൗൺ. അപ്പോൾ എനിക്കറിയാം, എൻ്റെ മനസ്സ് മൊത്തമാണ് ക്രൗൺ പബ്ലിഷേഴ്സാണ് ബ്രദർ യൂണിൻ്റെ ഈ പുസ്തകം ഹെവൻലി മാൻ എന്ന് രജിസ്റ്റർ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വഴി ഓർത്തോണേ. ഞാൻ ചോദിച്ചു, ബ്രദറാണോ പബ്ലിഷ്? അതെ, ഞാനാണ്. പുള്ളി പറഞ്ഞു, 3 വർഷം ഞാനിത് പബ്ലിഷ് ചെയ്തില്ല. ഈ ശാന്താ കൗറിൻ്റെ സ്റ്റോറി പോലെ ഞങ്ങൾ 1 വർഷം താമസിപ്പിച്ചു. വിശ്വസിക്കാനാകാത്ത സ്റ്റോറിയാണ്. അപ്പോൾ 3 വർഷം പുള്ളി ആകുന്ന രീതിയിൽ ഇത് ശരിയാണോ എന്നുള്ള ഒരു ആസ് എ ജേർണലിസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. 3 വർഷത്തിന് ശേഷം മനസ്സിലായി 90% നമുക്ക് വിശ്വസിക്കാവുന്നതാണ് എന്ന് പറഞ്ഞു, എഴുതിയായിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു വിശ്വസനീയമാണ്, ധൈര്യമായിട്ട് പ്രസംഗിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ബോംബെയിൽ എനിക്കൊരു ഫോൺ വരുന്നു, മദ്രാസിൽ നിന്ന് ഒരു വേർഡ് ഓഫ് ക്രൈസ്റ്റ് പബ്ലിഷേഴ്സ്, ഞങ്ങളുടെ പബ്ലിഷറാണ്. അതുകൊണ്ട് ബാബു ബ്രദർ യൂൺ വരുന്നുണ്ട്, ഒരാഴ്ച അദ്ദേഹത്തിൻ്റെ കൂടെ വേണം. ഒരാഴ്ച ബ്രദർ യൂണിൻ്റെ കൂടെ ഞാൻ ചെന്നൈയിൽ ഒരു 10-15 മീറ്റിങ്ങിന് പോയി. പറഞ്ഞു, എന്താണെന്നറിയാമോ, കഥകൾ തുറക്കുകയാണ്, നിങ്ങൾ വായിക്കണം ബ്രദർ, നിങ്ങൾ ഗൂഗിൾ ചെയ്യാം, അത് യു ഗെറ്റ് ഇറ്റ്. വരുന്ന് വായിക്കണം. എന്തൊരു സംഭവമാണെന്നറിയാം. ദൈവത്തിൻ്റെ ഇടപെടലാണ്. ദൈവം ഇടപെടുന്നത് നമുക്കറിയത്തില്ല. അവക്കൊക്കെ നിനക്കെന്നെ ഞാൻ നിസ്സംഗതനാണെന്ന് പറയാം, ഞാൻ നിഷ്ക്രിയനാണെന്ന് പറയാം, യു ആർ ഇനാക്റ്റീവ് എന്ന് പറയാം, നീ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാം, അത് യു ആർ ഇമ്പോർട്ടൻറ്റ്, കർത്താവെ നീ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തെയാണ് പുള്ളി ആരോപണം. ദൈവം യു ആർ ഇൻകൺസിസ്റ്റൻറ്റ്, നീ അസ്ഥിരനാണ്, നിഷ്ക്രിയനാണ്, നീ ഒന്നും ചെയ്യാത്തവനാണ്, നീ അശക്തനാണ്, നീ നിസ്സംഗതനാണെന്ന് പറഞ്ഞു. എത്ര കർത്താവ് പറഞ്ഞേ, നീ ഇവിടെ എന്താണെന്നറിയാവോ, നീ ഒന്ന് എഴുന്നേക്ക്, നീ ആർ ഇൻ ദ വാലി വണ്ടറിങ് ആൻഡ് വറിയിങ് വാട്ട് യു ആർ. 1-ാം അധ്യായത്തിൽ അവക്കൊക്കെ ഒരു വാലിയിലാണ്, ഒരു ദുഃഖത്തിൻ്റെ, വേദനയുടെ, കഥനത്തിൻ്റെ അന്തരീക്ഷത്തിൽ കഴിയാണ്, കണ്ണുനീരാണ്. എൻ്റെ ജനമായ ഇസ്രായേൽ അതപ്പതിച്ചിരിക്കുന്നു, നാശത്തിലേക്ക് നീങ്ങുന്നു. എന്നാൽ അതിൻ്റെ മധ്യേ ദൈവം ഇതാ എതിരാളികളായ വൃത്തികെട്ട ജീവിതചര്യയുള്ള ബാബിലോണിനെ കൊണ്ടുവരുന്നു. കർത്താവ് എന്താ പറഞ്ഞേ? ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോൾ പറഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. 2 കാര്യം. ദിസ് ഹബക്കൂക്ക് ഈസ് എ നാഷണലിസ്റ്റ്. പുള്ളി ഒരു ദേശീയവാദിയാണ്. അത് മാത്രമല്ല, ഈസ് എ റേസിസ്റ്റ്. എതിരാളികളായ ബാബിലോൺസിനെ കൊണ്ടുവരാൻ നോക്കുമോ? ഞങ്ങൾ വിശുദ്ധരല്ലേ? ഇസ്രായേലിൽ എപ്പോഴും അങ്ങനെയുണ്ട്, ഞങ്ങൾ വിശുദ്ധന്മാരാ, അശുദ്ധ ജാതിയെ കൊണ്ടുവന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ പാടില്ല. എന്നാൽ അതാ ദൈവം പറഞ്ഞു കൊടുത്തത്. നീ നന്നാകണമെന്നുണ്ടെങ്കിൽ ഞാൻ മോദിയെ കൊണ്ടുവരും. കേരളത്തിലെ ബ്രദറുകാർ നന്നായില്ലെങ്കിൽ ഞാൻ മോദിയെ കൊണ്ടുവരും. ക്രിസ്തംഖികളെ നന്നാക്കാൻ ഞാൻ മോദിയെ കൊണ്ടുവരും. വരുന്നു, ചാണകം കൊണ്ട് വരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ചാണകം കൊണ്ട് വരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് എല്ലാം കൊടുക്കുക. എല്ലാ ദിവസവും സുവിശേഷം പറയുക.
പോകുന്നിടത്തെല്ലാം യേശു വരുന്നു, ഗോസിപ്പ് ദ ഗോസ്പൽ. സൗരിമാരെ ഗോസിപ്പ് അറിയാമല്ലോ നമുക്ക്, അല്ലേ? ആണുങ്ങൾ ഒട്ടും മോശമല്ല കേട്ടോ, ഭയങ്കര ഗോസിപ്പുകാരാ. 24 മണിക്കൂറും ഇല്ലേ? വാട്സ്ആപ്പ് അല്ല, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്. ബിഫോർ യു ഫേസ് യുവർ ബുക്ക്, ഫേസ് ദിസ് ബുക്ക്, വാട്സ്ആപ്പ്. ഗോസിപ്പ് ദ ഗോസ്പൽ. ആ ഗോസിപ്പ് എന്നുള്ള വാക്ക് അപ്പോസ്തല പ്രവൃത്തികളിലുണ്ട്. അവർ വീട് തോറും സമയം തോറും അവർ സുവിശേഷം അറിയിച്ചുകൊണ്ടായിരുന്നു, വേറൊന്നുമില്ല. യു ആർ ദി ഓൺലി ജോബ് ഫോർ അസ് ഈസ് ടു ഗോസിപ്പ് ദ ഗോസ്പൽ. കർത്താവ് വരുന്നു. പണ്ടൊക്കെ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും കർത്താവ് വരുന്നു. ഓ, ഇതിപ്പം ഇപ്പോഴേ വന്നാൽ എങ്ങനെ ആക്കുന്നത്? 1 കോടിയുടെ വീടാണ്, അല്ലേ? കാറിങ്ങോട്ട് ലെക്സസ് വാങ്ങിച്ചതേ ഉള്ളൂ, പിന്നെ ഇങ്ങനെ ഒന്ന് ഓടണ്ടേ? നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം വന്നു. നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാർക്കും 3 കാര്യങ്ങളായിരുന്നു. ഒന്ന് കർത്താവ്, കർത്താവിൻ്റെ മക്കൾ, കർത്താവിൻ്റെ വേല. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ഈ കല്യാണത്തിന് സംസാരിക്കുമ്പോൾ പിള്ളേരോട് പറയാറുണ്ട്, ഭാര്യയോടും ഭർത്താവോടും, ഡോണ്ട് ലവ് യുവർ വൈഫ് മോർ ദാൻ ജീസസ്, ഡോണ്ട് ലവ് യുവർ ഹസ്ബൻഡ് മോർ ദാൻ ജീസസ്. അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പം നമ്മളുമുള്ള വഴക്കൊക്കെ അങ്ങ് തീരും. മനസ്സിലായല്ലോ? യേശു കർത്താവിനെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഉപദേശമാർക്ക് ഒരു പണിയുണ്ട്. നിങ്ങൾ സ്ത്രീകളങ്ങ് അടിമകളെന്നല്ല, താഴ്ന്നിരിക്കണം, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഒരു വാക്കുണ്ട്, നിങ്ങൾ അന്യോന്യം ദൈവത്തിന് കീഴ്പ്പെടണം. 2 പേരും കർത്താവിന് കീഴ്പ്പെടണം. പിന്നെ ഒരു പ്രശ്നവുമില്ല, അല്ലേ? See, the only purpose for us to get married is that I make my wife a better worshipper and she makes me a better worshipper. എൻ്റെ വിവാഹത്തിൽ നടക്കേണ്ടതാണ് എൻ്റെ ഭാര്യയെ ഒരു നല്ല ആരാധകയാക്കി മാറ്റണം, എൻ്റെ ഭർത്താവിനെ നല്ല ഒരു ആരാധകനാക്കി മാറ്റണം. വേറൊന്നും നമ്മുടെ പ്രശ്നമില്ല. നമ്മുടെ അപ്പച്ചന്മാർ അമ്മച്ചിമാർ 120 വർഷം മുമ്പ് കേരളത്തിൽ ആരംഭിച്ച വലിയ നവോത്ഥാനത്തിൻ്റെ നവീകരണത്തിൻ്റെ വിത്തുവാകിയത് ഈ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അവർക്ക് അവിടെ ഒന്നുമില്ലായിരുന്നു. ഈയിടെ കെ. എബ്രഹാം സാറിൻ്റെ ഒരു പുസ്തകം ഞാൻ വായിക്കായിരുന്നു, പെന്തക്കോസ്തിലെ. വായിക്കണം കേട്ടോ, ബ്രദറുകാരനെ മാത്രമല്ല, എല്ലാവരെയും വായിക്കണം, എല്ലാവരെയും വായിക്കണം. ആരെ എഴുതി തള്ളരുത്. കെ. എബ്രഹാം പുസ്തകത്തിൽ താൻ പറഞ്ഞത്, താൻ ആ കാലത്തൊന്നുമില്ല, മലമുകളിൽ ഒരു വിശ്വാസി ഭവനുണ്ട്, നല്ല മഴയുമാണ്. 2 ദിവസം ആഹാരം കഴിച്ചിട്ട് സുവിശേഷം പറഞ്ഞു പോവുകയാണ്. സുവിശേഷം പറഞ്ഞ് മുകളിലേക്ക് പോയപ്പോൾ ആ വീട്ടിലൊന്നുമില്ല, ആകെ അല്പം കാപ്പിപ്പൊടിയുണ്ട്, വിറകില്ല. ആ സഹോദരനോ ആ ഭർത്താവ് ആ വിശ്വാസി, പുതുതായിട്ട് വന്ന വിശ്വാസി ഭാര്യയോട് പറഞ്ഞു, പൊട്ടി ഇളക്കടി ചെറ്റ അറിയാവോ? അതായത് ഈ മറവിനായിട്ട് നമ്മൾ ചെറ്റ എന്നാ പറയുന്നത്, ചെറിയ പലകയായിട്ട് ഇട്ട് തുടങ്ങില്ല, അതിനാ ചെറ്റ, അത് പൊട്ടിക്കാൻ പറഞ്ഞു. ചെറ്റ ഇളക്കി സുവിശേഷകന് കെ. എബ്രഹാം സാറിന്, IPCയുടെ സ്ഥാപകനായ KV സാറിന് സൈമൺ സാറിന് ശിഷ്യനായിരുന്ന കെ. എബ്രഹാമിന് ചെറ്റയുടെ പലക ഇളക്കി ആ കാപ്പി കൊടുത്തു. ഇന്ന് വർഷങ്ങൾക്ക് ശേഷം വലിയ വലിയ വീടുകളാണ് അവർ പണിഞ്ഞിരിക്കുന്നത്. അവരുടെ മക്കളും കൊച്ചുങ്ങളും അമേരിക്കയിലും പോയി സുവിശേഷത്തിന് വേണ്ടി അവരെല്ലാം അധ്വാനിക്കുകയാണ്. ഏതാണ് ചെയ്യുന്നത്? കർത്താവിൻ്റെ ദാസന്മാരെ സ്നേഹിക്കുവാൻ, സേവിക്കുവാൻ, കർത്താവിനെ സ്നേഹിക്കുവാൻ ഉള്ളതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ആലയത്തിലേക്ക് വരുമ്പോൾ ദൈവം നിറഞ്ഞ് അമർത്തി കൊലുക്കി കൊടുക്കുമെന്നാണ് സംശയമില്ല. ഹബക്കക്കെ നിനക്ക് പ്രശ്നമുണ്ട്, ഞാൻ ചെയ്യുന്നത് നല്ലത് വേണ്ടിയാണ്. സോ ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ നിങ്ങൾ ഏത് താഴ്വരയിലാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇന്ന് ഏത് താഴ്വരയിലാണ് നിങ്ങൾ? വീട്ടിൽ നിങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം, മക്കളുടെ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാകാം, നമ്മളെല്ലാം പ്രശ്നങ്ങളാണ്. ഒന്നും ആർക്കും ഒരു ഒഴിവഴിവുമില്ല. നമ്മുടെ എല്ലാം വീടുകളിൽ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. എന്നാൽ കർത്താവ് ഇന്ന് രാവിലെ എന്നോട് പറയാണ്, നീ നിൻ്റെ താഴ്വരയിൽ നിന്ന് എഴുന്നേറ്റ് വരിക. നിൻ്റെ താഴ്വരയിൽ വണ്ടറിങ് ആൻഡ് വറിങ്, എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ച് വിഷമിക്കാതെ നിസ്സംഗതരായി നിൽക്കുകയല്ല, നീ ഒന്ന് എഴുന്നേറ്റ് വരിക. 2-ാം വാക്യം വായിച്ച്. ഹബക്കക്ക് 2-ാം വാക്യം. ആ കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. അടുത്ത 4-ാമത്തെ വാക്യം വരെ വായിച്ചു. അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ഇവിടെയാ. അപ്പോൾ നമ്മൾ താഴ്വരയിൽ നിന്നിങ്ങോട്ട് ഇറങ്ങണം. വാച്ച് ടവർ, വീക്ഷാഗോപുരത്തിലേക്ക് വരണം. ഇന്ന് രാവിലെ നാം ഏത് താഴ്വരയിലാണ് കിടക്കുന്നത് ദൈവത്തിന് നമുക്കേ അറിയത്തുള്ളൂ. ഓരോ വീട്ടിലെയും ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങൾ അറിയാവുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ആന്തരേന്ദ്രിയങ്ങളെ മനസ്സിലാകുന്ന ദൈവം, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ തേങ്ങലുകൾ, നമ്മൾ പറയാത്തത് അന്നയൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ വെറും ചുണ്ടലയ്ക്കതേ ഉള്ളൂ. ആ തേങ്ങലുകൾ മനസ്സിലാക്കുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സിലിന്ന് നമ്മുടെ കർത്താവ് നിന്റെ പ്രശ്നങ്ങൾ വരും. പക്ഷേ നീ താഴ്വരയിൽ കിടന്ന് ഉള്ളുവാനല്ല, നീ ഒന്ന് നോക്കണം, വീക്ഷാഗോപുരത്തിലേക്ക് വരണം. അത് എന്താ കർത്താവ് ദീക്ഷാഗോപുരത്തിൽ വരുമ്പം യു കം അപ്പ് ടു ദ വാച്ച് ടവർ, വെയിറ്റ് ആൻഡ് വാച്ച് ആൻഡ് വെയിറ്റ്. എന്താ പറയുന്നത്? നീ അപ്പോൾ ദർശനം കാണണം. ദൈവം ദർശനം കാണുന്നവനാണ്. എന്നിട്ട് പലയിൽ എഴുതുക, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
ഈ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ 3 ലേഖനങ്ങളാണ്. എബ്രായ ലേഖനവും റോമാ ലേഖനവും ഗലാത്യ ലേഖനവും. ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 3 ലേഖനങ്ങൾ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. വിശ്വാസത്താൽ എങ്ങനെയാണ് നീതിമാൻ ജീവിക്കുന്നത് എന്നുള്ളത്. എന്തൊരു സംഭവങ്ങളാണ്. നമ്മൾ വിചാരിക്കും പഴയ നിയമം ഒന്നുമില്ല എന്ന്. പഴയ നിയമം ഇല്ലാതെ പുതിയ നിയമമില്ല, പുതിയ നിയമമില്ലാതെ ദൈവികമായ പരിപാടികളുമില്ല. ഇവിടെ ഇതാ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതുകൊണ്ട് ഹബക്കൊക്കെ നിന്നെ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇരുത്തത്. കർത്താവ് പറയാണ്, നീ ഇസ്രായേൽ സംഭവിക്കാൻ പോകുന്നത് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. നീ ദർശനത്തിന് നീ അവധി വച്ചിരിക്കുന്നു. സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. എന്താണ് ദർശനം? എഴുതുക, ഓടിച്ച് വായിപ്പാൻ തക്കോണം അത് പലകയിൽ തെളിവായി എഴുതുക. ഞങ്ങൾ പറയാം 24 പോയിന്റ് 32 പോയിന്റ് ഒക്കെ വെണ്ടയ്ക്ക അക്ഷരത്തിന് ബദൽ സബ് ടൈറ്റിൽ അങ്ങനെ എഴുതണം എന്ന് പറഞ്ഞാൽ 2 അർത്ഥമാണ്. ഒന്ന്, വലിയ അക്ഷരത്തിൽ എല്ലാവരും കാണും, ഓടുന്നവനും ആ ദർശനം കാണണം. ഇന്ന് നമ്മുടെ ഇടയിൽ സംഭവിച്ചത് നമുക്ക് ദർശനമില്ല. നമുക്ക് ദൈവജനം പറയുന്നുണ്ടല്ലോ, ദർശനമില്ലാത്തടത്ത് ജനം നശിക്കുന്നു, ബട്ട് ദർശനം ഉള്ളിടത്ത് ജനം അഭിവൃദ്ധി പ്രാപിക്കുന്നു. Where there is no vision, people perish, but where there is vision, people prosper. ദർശനം നഷ്ടപ്പെട്ടു. നമ്മുടെ സ്ഥാപനങ്ങൾ എന്ത് പറ്റി? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. 86 വർഷം മുമ്പ് സൗരസൗരന്മാർ മിഷണറിമാർ ആരംഭിച്ച ആ പ്രസ്ഥാനം എല്ലാം ഇന്ന് വിറ്റ് തോലച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. ദർശനമില്ല. നമ്മുടെ സഭകളിൽ എന്താണ് ദർശനം? സഭകൾ നാമാവശേഷമാകുന്നു. നമ്മൾ എത്ര പേരെയാണ് റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ളത്? എൻ്റെ രീതിയിൽ ചിന്തിക്കാത്തവർ, എൻ്റെ രീതിയിൽ പ്രവർത്തിക്കാത്തവരെ ഞാൻ എഴുതിത്തള്ളും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടകളിൽ ഈ എഴുതിത്തള്ളു നമ്മൾ അവസാനിപ്പിക്കണം. എല്ലാവരെയും ഉൾക്കണം. ദർശനം ലഭിച്ചാൽ, സ്വർഗീയ ദർശനം ലഭിച്ചാൽ നമുക്ക് വേണ്ടത് ഇവിടെ നടക്കുമെന്നുള്ള സംശയമില്ല. യെശയ്യാവ് 6-ാം അധ്യായത്തിൽ വലിയൊരു ദർശനം കണ്ടു. ഉസ്യാവ് മരിച്ചു. ഉസ്യാവ് മരിച്ച ആണ്ടിൽ എന്താ സംഭവിച്ചത്? യെശയ്യാവ് വിചാരിച്ചു, പോയി, ഇതാ ഈ ലോകത്തിൽ രാജാവില്ല, അധികാരികളില്ല, നിയന്ത്രണമില്ല, എല്ലാം നാമാവശ്യമായി. അപ്പോഴാണ് യെശയ്യാവ് മുകളിലേക്ക് പോകുന്നത്. When he thought that Uzziah is gone, the world authority is gone, the authority of Israel is gone. ഇതാ മുകളിലേക്ക് നോക്കുന്നു. ഇന്ന് രാവിലെ നിങ്ങൾക്ക് പ്രശ്നം, ആരുമില്ല സഹായത്തെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ നോക്കണം, ഉയരത്തേക്ക് നോക്കി. upward vision, ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് കണ്ടു. ഇന്ന് രാവിലെ നമ്മുടെ ദർശനം പരിശുദ്ധൻ. ഇന്ന് രാവിലെ നാം ഓർത്തല്ലോ, വിശുദ്ധനായ ദൈവം, യോഗ്യനായ ദൈവം. വേറെ എല്ലാവരും നശിച്ചാലും, ഉസ്യാവ് പോയാലും, രാജാക്കന്മാർ പോയാലും, മൂപ്പന്മാർ പോയാലും, സുശേഷന്മാരായാലും എന്നും ജീവിക്കുന്ന സനാതനായ എന്നേക്കും ജീവിക്കുന്ന വിശുദ്ധനായ ദൈവമുണ്ട്. ഇന്ന് രാവിലെ നമുക്ക് അവനേക്ക് നോക്കാം, ഈ വിശുദ്ധനായ ദൈവത്തെ നോക്കാം. When you have an upward vision, എന്ത് രണ്ടാമത്തെ വിഷൻ ഉണ്ടാകും? I had an inward vision. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ പാപമുള്ള മനുഷ്യൻ, പാപത്തിന് എന്നെ ആര് പിടിപ്പിക്കുമെന്നുള്ള ആ ദർശനമാണ് ആവശ്യം. ഇന്ന് രാവിലെ നമുക്ക് ദർശിക്കാം, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. When there is confession, there is cleansing. അതാണ് സംഭവിച്ചത്. എന്താണ്? ആ ദൂതൻ വന്ന് അവനെ വിശുദ്ധനാക്കുകയാണ്. Behold, lo, I am coming. ഇന്ന് രാവിലെ അതാണ് സംഭവിക്കേണ്ടത്. യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ, ദൈവത്തെ കാണുമ്പോൾ, അവൻ്റെ വിശുദ്ധി കാണുമ്പോൾ, ഞാൻ അതുപോലെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവേകത്തോടെ വിശ്വസ്തിയോടെ ജീവിക്കാനുള്ള ആഹ്വാനം ആണ് വേണ്ടത്. യു ഹാവ് അപ്വേർഡ് വിഷൻ, ദെൻ യു ഹാവ് ഇൻവേർഡ് വിഷൻ. അപ്പോൾ വേറൊരു വലിയ ദർശനമാണ് കാണുന്നത്. ആരായിരിക്കും? ചെവി ഉണ്ടെങ്കിലും കേൾക്കുവാൻ മടിക്കുന്ന, നാവുണ്ടെങ്കിലും സംസാരിക്കുവാൻ മടിക്കുന്ന, ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ നിസ്സംഗതരായിരിക്കുന്ന ജനത്തോട് ആര് പോകും? ഔട്ട്വേർഡ് വിഷൻ. രാവിലെ ഈ സഭയ്ക്കുള്ള ഔട്ട്വേർഡ് വിഷനായിട്ട് സ്തോത്രം. നിങ്ങളുടെ മിഷൻ വേലകൾക്കായിട്ട് സ്തോത്രം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഇങ്ങനെ 1000 സഭകൾ നമ്മുടെ ഇടയിലുണ്ടാകട്ടെ. നമ്മുടെ സഭകളെല്ലാം ഒന്ന് ഉണരട്ടെ. കർത്താവേ, ദൈവമേ, ഒരു പുതിയ ദർശനം കാണാം. നമ്മുടെ കുറവുകളെ എഴുതാം. An upward vision will lead to an inward vision. Cleansing will lead to confession. Then it will lead to commission. ആരെ ഞാൻ അയക്കേണ്ടത്? ഇന്ന് രാവിലത്തെയുള്ള ചോദ്യം. അവക്കൊക്കെ നീ വിഷമിക്കേണ്ട, ഞാൻ എൻ്റെ ജാതിയെ നന്നാക്കുവാനാണ് ശ്രമിക്കുന്നത്. ഹിയർ ഈസ് കമ്മിങ്. ഒരു ദർശനം ഉണ്ടാകണം. 2-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം അയ്യോ കഷ്ടം എന്ന് പറഞ്ഞല്ലോ. എന്നാൽ അവസാനം പരിശുദ്ധനായ ദൈവത്തെ കാണുമ്പോൾ അവൻ പറയുകയാണ്, നീ ചെയ്യുന്നത് നല്ലതാണ്. 2:13 സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്താൽ അല്ലയോ വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും എന്ന് പറയുകയാണ്. ഇതാ എല്ലാവർക്കും അയ്യോ കഷ്ടമെന്ന് പറഞ്ഞു. എന്നാൽ 20-ാം വാക്യം, എന്നാൽ യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവ്വഭൂമി അവൻ്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. അതുവരെ വാഗ്വാദം നടത്തിയ, അതുവരെ ദൈവത്തെ ചോദ്യം ചെയ്ത, നീ നിസ്സംഗതനാണെന്നും നിഷ്ക്രിയനാണെന്നും അസ്ഥിരനാണെന്നും കുറ്റം ആരോപിച്ച യഹോവ അവൻ്റെ ദർശനം കണ്ടപ്പോൾ, അവൻ്റെ വാക്കുകൾ എത്തിയപ്പോൾ, അത് നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ പറയുന്നത്, അയ്യോ ഞാൻ നിശ്ചല, ബി സ്റ്റിൽ.
ഇന്ന് നമ്മുടെ രാജ്യത്ത് നമുക്ക് വേണ്ടതാണ് ബീസ്റ്റിൽ ഓളങ്ങൾ വരട്ടെ, കാറ്റുകൾ വരട്ടെ, പ്രശ്നങ്ങൾ പ്രക്ഷുബ്ധമാകട്ടെ, പേടിക്കേണ്ട. ബീസ്റ്റിൽ ശാന്തമായിട്ട് അവൻ സൈന്യങ്ങളെ യഹോവ ജയിക്കുന്നു എന്ന് മനസ്സിലാക്കി നമുക്ക് നിൽക്കാം. ശാന്തമായി ദൈവസ്ഥയിലിരിക്കാം. അവൻ്റെ മൃദുസ്വരം നമുക്ക് കേൾക്കാം. ഈ ലോകത്തിലെ ബാക്കി ശബ്ദങ്ങളൊക്കെ മാറ്റി, വാട്സപ്പ് നിറയെ ശബ്ദങ്ങളാണ്, അതെല്ലാം നമുക്ക് അകറ്റി കർത്താവ് ശബ്ദം കേൾക്കാം. എന്ത് നല്ല പാട്ടുകളാണ് ഇപ്പോൾ ഉള്ളതെന്നറിയാമോ? അടുക്കളയിൽ കറിക്കരിയുമ്പോൾ ആ പാട്ട് അങ്ങോട്ട് വെക്കുക. അത് മാത്രമല്ല, വേദപുസ്തകത്തിൽ ഇഷ്ടം പോലെ ഓരോ ബൈബിളിൽ നമുക്കുണ്ടല്ലോ, വായിക്കുന്നത് കൊണ്ട് കേൾക്കാം, വായിക്കുക. നിങ്ങളുടെ അടുക്കളയിലെ പാചകത്തിലെല്ലാം ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കാം. കാകലങ്ങൾക്കിടയിൽ ഞാൻ ആകുലയായി കിടന്നാലും നാഗനാഥൻ കടാക്ഷിക്കും. അതാണ് പറഞ്ഞത്. അതാ സൈമൺ സാർ കണ്ടത്. അടുക്കളയിൽ നിന്നെല്ലാം പാട്ടുകൾ പറഞ്ഞു. ഭാര്യമാർ, നിങ്ങൾ പാടുന്നത് ഭർത്താക്കന്മാർക്ക് ഇഷ്ടമാണ് കേട്ടോ. അടുക്കളയിൽ കറിക്കരിയുമ്പോൾ നിങ്ങൾ പാടിക്കൊണ്ടേയിരിക്കണം, സ്തുതിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും ഞാൻ ഇംഗ്ലീഷ് ഭാഷ വശാൻ വേണ്ടി കുട്ടികളോട് പറയുന്നത്, യു ഡൗൺലോഡ് NLT, ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ, അത് ഉപയോഗിക്കണം കേട്ടോ. KJV, നമ്മുടെ വിചാരം യേശു കർത്താവ് KJV സംസാരിച്ചെന്നാണ്. ബട്ട് MTV ജനറേഷൻ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് KJV നല്ല. ഞാൻ ഇംഗ്ലീഷ് സാഹിത്യകാരനാണ്, അതാണ് എൻ്റെ PhD. എന്നാൽ അത് നല്ല ലാംഗ്വേജാണ്. ഇംഗ്ലീഷ് സാഹിത്യം, ഇംഗ്ലീഷ് ഭാഷയുടെ ആദ്യത്തെ പ്രോസാണ് KJV എന്ന് പറഞ്ഞാൽ. നല്ല ഭാഷയാണ്. പക്ഷേ ഇതാ പിള്ളേർക്ക് മനസ്സിലാവത്തില്ല. NLT, ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ. എന്ത് രസമാണെന്നറിയോ? നമ്മൾ പത്രം വായിക്കുന്ന പോലെ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ അത് അപ്പോൾ വാക്കുകൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം. കുഞ്ഞുങ്ങളുടെ വൊക്കാബുലറി വർദ്ധിക്കും, പ്രൊനൗൺസിയേഷൻ വർദ്ധിക്കും. എന്തെല്ലാം സാമഗ്രിയാണ് ഇവിടെ ഉള്ളതെന്നറിയാമോ? നാം ഉപയോഗിക്കണം. എപ്പോഴും ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയം നിറയട്ടെ, അടുക്കള നിറയട്ടെ, വീടുകൾ നിറയട്ടെ. കർത്താവേ, ആ ദർശനം നമുക്ക് ആവശ്യമാണ്. അത് മനസ്സിലാക്കിയതാണ് ഹബക്കൂക്ക് പറയുന്നത്, ബി സ്റ്റിൽ, നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ഏത് പ്രശ്നം എല്ലാ വീടുകളിലും ഉണ്ട്. കർത്താവ് അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, അവസാനം ക്രൂശിലേക്ക് പോകുമ്പോൾ പറഞ്ഞത്, നിങ്ങളെ മക്കളെ ഓർത്ത് കരവി. നമുക്ക് നമ്മെ ഓർത്ത് കരയാം. കർത്താവിൻ്റെ ഞാൻ വീഴാൻ സാധ്യതയുണ്ട്. അവൻ തൻ്റെ അവസാനത്തെ വാക്ക്, എന്നെ ഓർത്ത് കരയേണ്ട, ഞാൻ കുരിശിലേക്ക് പോകും, ഞാൻ ഗത്സമനയും ഗബതയും ഗോൽഗോഥായും കടക്കും, എന്നിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്നെ ഓർത്ത് കരയേണ്ട, ഞാൻ ഒരു വലിയ നിയോഗത്താൽ വന്നത് ഞാൻ സാധിക്കും. നിങ്ങളെ തന്നെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയും. വേറൊന്നുമില്ല. നമ്മുടെ കണ്ണുനീരിൽ ഒഴിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പാടി വാഴ്ത്തി അവരെ നമ്മൾ വളർത്തിയത് ഒരിക്കലും വൃഥാവാകില്ല. ഒരു നാൾ അവരെല്ലാം തിരിച്ചു വരും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നിരാശപ്പെടേണ്ട. അതുകൊണ്ട് ഹബക്കൂക്കെ ദർശനം കാണുക. ബി സ്റ്റിൽ, യു കം അപ്പ് ഫ്രം ദ വാലി വണ്ടറിങ് ആൻഡ് വറിയിങ്, കം അപ്പ് ടു ദ വാച്ച് ടവർ, വാച്ച് ആൻഡ് വെയിറ്റ്. കർത്താവിൻ്റെ മൃദുസ്വരം കേൾക്കുവാൻ നമുക്ക് കാതോർത്തിരിക്കാം. 3-ാമത്തെ 1-2 വായിക്കാവും. ഹബക്കൂക്ക് 3:1-2. വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ. മതി. അതാ ഇപ്പോഴാ പുള്ളിക്ക് സെൻസ് വന്നേ. ദൈവത്തെ കുറ്റാരോപണം ചെയ്ത മനുഷ്യൻ വാച്ച് ടവറിലേക്ക് വന്നിട്ട് he came on the chapter 3 to the mountain top worshipping and witnessing. ഇതാ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ സാഹചര്യങ്ങളുണ്ടാകും. നമ്മുടെ സാഹചര്യങ്ങളെ കർത്താവിൻ്റെ വീക്ഷണത്തിൽ കൂടെ നാം കാണണം. ഒരു പ്രത്യേകമായൊരു വേൾഡ് വ്യൂ നമുക്കുണ്ടാകണം. ഈ ലോകത്തേക്ക് വി നീഡ് ടു ഹാവ് എ ബിബ്ലിക്കൽ വേൾഡ് വ്യൂ. അതാണ് നമ്മുടെ യുവതിവാക്കന്മാരെ പഠിപ്പിക്കേണ്ടത്. ഫോർ എനിത്തിങ് ദാറ്റ് യു മേക്ക് എ ഡിസിഷൻ, നീ എടുക്കുന്ന എല്ലാ തീരുമാനത്തിനും ബിബ്ലിക്കൽ വേൾഡ് വ്യൂ. ഞാൻ WWJ നിങ്ങൾക്ക് എല്ലാവരും അങ്ങനെ ഒരു വാക്കുണ്ട്, വാട്ട് വുഡ് ജീസസ് ഡു? ഭാര്യയെ 2 വഴക്ക് പറയണമെന്ന് മനസ്സ് വന്നാൽ യേശു എന്തോ ചെയ്യും? ഭർത്താവിനെ 2 പറയണമെന്ന് വിചാരിച്ചാൽ കർത്താവ് എന്ത് ചെയ്യും? ഇതാ, ഏത് ഡിസിഷൻ എടുത്താലും ഏത് പ്രതികരണവും നാം ആഗ്രഹിക്കുന്നുണ്ടോ, യേശു കർത്താവ് എങ്ങനെ പ്രതികരിക്കുമെന്ന് തോന്നും. WWJ അതാണ് ഇവിടെ വേണ്ടത്. ഇതാണ് ഹബക്കൂക്ക് പറയുന്നത്, നീ ഒന്ന് വരിക, സ്റ്റാർട്ട്. കർത്താവെ, നീ ചെയ്യുന്നത് യഹൂദൻ്റെ നന്മയ്ക്കാണെന്നുണ്ടെങ്കിൽ, ഇസ്രായേലിനെ നന്നാക്കാനാണെങ്കിൽ ചെയ്യുക കർത്താവെ, താമസിക്കരുത് എന്നാണ് വിപ്രമ ഗ്രാമത്തിലുള്ള അതിനെ എക്സ്റ്റാറ്റിക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഹൃദയം കൊണ്ട് നിറയുകയാണ്. ഈ ജ്ഞാനം വെളിപ്പെട്ട് കിട്ടിയപ്പോൾ യേശു ദൈവത്തിൻ്റെ സനയിലിരുന്ന് ഈ താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ നന്മ മനസ്സിലാക്കിയപ്പോൾ തൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ്. കർത്താവെ, നീ ചെയ്യണം, എന്നാൽ ക്രോധത്തിൽ നീ കരുണ ഉണ്ടാകണം. കർത്താവെ, മുടിക്കുവാനല്ല നന്നാക്കുവാൻ. വി ഡോണ്ട് നോട്ട് ടു കണ്ടം ദം ബട്ട് ടു കറക്റ്റ് ദം. മനസ്സിലായല്ലോ? മറ്റൊരാളെ നശിപ്പിക്കുവാനല്ല, സ്നേഹത്തിൽ നാം ചെയ്യണം. ഗലാത്യർ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഒരുവൻ തെറ്റ് ചെയ്താൽ എന്താ, അവൻ തെറ്റിലോപ്പെട്ടാൽ എന്താ? മറിയാമേ, അറിഞ്ഞില്ലയോ? ഇതുണ്ടല്ലോ, അങ്ങോട്ട് എടുത്ത് വിളിക്കുക. അറിഞ്ഞില്ലയോ, അവരങ്ങ് ചെയ്തു, ഇയാളിങ്ങനെ ചെയ്തു, വിളിക്കുക. നമ്മൾ ഫോൺ കൊണ്ട് നിറയ്ക്കുക. ഗലാത്യർ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഒരാൾ ചെയ്താൽ നീ മുറി അടച്ചിട്ട് ദൈവത്തോട് പറയണം, എന്നിട്ട് അവനെ കാണണം,
ലൈക്ക് ആൻ ഓർത്തോപീഡിക് സർജൻ പുട്സ് ബാക്ക് എ ബ്രോക്കൺ ബോൺ. ഒരു എല്ല് രോഗ വിദഗ്ധൻ ഒടിഞ്ഞ ഒരു എല്ല് എങ്ങനെ വൈദഗ്ധ്യത്തോടും കരുതലോടും കൂടെ ഒട്ടിച്ച് ചേർക്കുന്നു, അതേ വൈദഗ്ധ്യത്തിൽ നാം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് വേണ്ടത്. ഒരു മനുഷ്യനെ പോകുകയല്ല, തെറ്റ് ചെയ്തവനെ അവനോട് സഹതപിക്കുക. ബേർഡൻ ബെയറിംഗ് ക്രിസ്ത്യൻ എന്നാണ് ഗലാത്യയിലെ 6-ാം അധ്യായത്തിൽ പറയുന്നത്. നീ മറ്റുള്ളവരുടെ ഭാരം, മറ്റുള്ളവരുടെ ഭാവത്തിൽ വീണാൽ അത് എൻ്റെ ഭാരമായിട്ട് സ്വീകരിച്ച് അവനെ തിരുത്തണം, അവനെ വീണ്ടെടുക്കണം. ഇന്ന് രാവിലെ നമ്മളല്ലോ എ മിനിസ്ട്രി ഓഫ് റെസ്റ്റോറേഷൻ. എന്നെയും നിങ്ങളെയും കൊലോസ്യലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, എന്നെയും നിങ്ങളെയും ഗോഡ് വാസ് റെക്കൺസൈൽഡ് us that you have a ministry of reconciliation. ഹബക്കൂക്കേ, അതാണ് നാം ചെയ്യേണ്ടത്. അങ്ങ് ചെയ്യുന്നത് ശരിയാണ് എന്ന് താൻ പറയുകയാണ്. കർത്താവേ, ഞാൻ എനിക്ക് ഒരു വിഷമവുമില്ല, അങ്ങ് നല്ലത് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ, എന്നാൽ ക്രോധത്തിൽ അങ്ങ് എന്തു ചെയ്യണം? അങ്ങയുടെ കരുണ ഉണ്ടാവണം. നീ ഭൂമിയിൽ ചവിട്ടുന്നു. എന്നാൽ അവസാനം ഹബക്കൂക്ക് പറയുകയാണ്, ഒരു പ്രാർത്ഥനയാണ്. ഹബക്കൂക്കിൻ്റെ പ്രാർത്ഥന നമ്മൾ നോക്കുക. നമുക്ക് സമയമായി അല്പം മിനിറ്റുകൾ നമുക്ക് വായിക്കാം. 14-ാം വാക്യം നമുക്ക് വായിക്കാമോ? 15-ാം വാക്യം. നീ അവൻ്റെ കുന്തങ്ങൾ കൊണ്ട് അവൻ്റെ യോദ്ധാക്കളുടെ തല കുത്തിത്തുളയ്ക്കുന്നു. എന്നെ ചിതറിക്കേണ്ടതിന് അവർ ചുഴലിക്കാറ്റ് പോലെ വരുന്നു. എളിയവനെ മറവിൽ വെച്ച് വിഴുങ്ങുവാൻ പോകുന്നത് പോലെ അവർ ഉല്ലസിക്കുന്നു. നിന്റെ കുതിരകളോടുകൂടെ നീ സമുദ്രത്തിൽ പെരുവെള്ളത്തിൻ കൂട്ടത്തിൽ തന്നെ നടകൊള്ളുന്നു. 16. ഞാൻ കേട്ട് എൻ്റെ ഉദരം കുലുങ്ങിപ്പോയി, മുഴക്കം ഹേതുവായി എൻ്റെ അധരം വിറച്ചു. അവൻ ജനത്തെ ആക്രമിക്കുവാൻ പുറപ്പെടുമ്പോൾ കഷ്ടദിവസത്തിൽ ഞാൻ വിശ്രമിച്ചിരിക്കേണ്ടതിന് കൊണ്ട് എൻ്റെ അസ്ഥികൾക്ക് ഉരുക്കം തട്ടി. ഞാൻ നിന്ന നിലയിൽ വിറച്ചുപോയി. ശ്രദ്ധിക്കുക, ദൈവം എന്താണ് ഇസ്രായേലിനോട് ചെയ്യാൻ പോകുന്നത് മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്തു? എൻ്റെ ഉദരം കുലുങ്ങിപ്പോയി, മുഴക്കം ഹേതുവായി എൻ്റെ അധരം വിറച്ചു. കഷ്ടദിവസത്തിൽ ഞാൻ വിശ്രമിച്ചിരിക്കാറുണ്ട്, എൻ്റെ അസ്ഥികൾക്ക് ഉരുക്കം തട്ടി, ഞാൻ എൻ്റെ നിലയിൽ നിന്ന് വിറച്ചുപോയി. ഇന്നത്തെ സമകാലീന സമ്മർദ്ദ സാഹചര്യത്തിൽ, പീഡനത്തിൻ്റെ മധ്യത്തിൽ ഇങ്ങനെ സംഭവിക്കാം. ദൈവം ചെയ്യാൻ പോകുന്നത് എല്ലാം ഒന്നും അതാകമാനം എന്നെ ചലിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ നടക്കുന്നത്, ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത്, വിശ്വാസതയിൽ നടക്കുന്നത് നമ്മെ ചലിപ്പിക്കുന്നുണ്ടല്ലോ, നമ്മെ ദുഃഖാർത്തരാക്കുന്നുണ്ടോ, നമുക്ക് പ്രതികരിക്കുവാൻ ശക്തി നാം ആർജിക്കുന്നുണ്ടോ? അതാണ് അവിടെ ആവശ്യം. എന്നാൽ 17-ാം വാക്യം മുതൽ ഇതാ ഒരു പാട്ടാണ്. വിപ്ലവനാമത്തിലുള്ള പാട്ട്, അതിമനോഹരമായൊരു പാട്ട്. ആ വാലിയിൽ നിന്ന്, ആ ദുഃഖത്തിൻ്റെ താഴ്വരയിൽ നിന്ന് വീക്ഷാഗോപുരത്തിലേക്ക് വന്ന്, വീക്ഷാഗോപുരത്തിൽ നിന്ന് ആ മലയിലേക്ക് വരുമ്പോൾ, വലിയ മലയിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കാണുമ്പോൾ താൻ പാടുകയാണ്. താൻ ഇതാണ് പാടുന്നത്. 17-ാം വാക്യം മുതൽ. അത്തുവൃക്ഷം തളിക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടൻ തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവേ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികൾ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ആമേൻ. ഒക്കെ പറയുകയാണ്, എൻ്റെ ഗോശാലയിൽ ഇക്കണോമിക് slump is coming. വലിയൊരു ദൈവത്തിൻ്റെ വചനപ്രകാരം വലിയൊരു ആഗോള മാന്ദ്യം, ഇക്കണോമിക് റിസഷൻ ഈസ് ഗോയിങ് ടു കം. സാരമില്ല, നമ്മളൊന്നും പേടിക്കേണ്ട. ഈ ഹബക്കൂക്ക് അനുഭവിക്കുന്ന അതേ അന്തരീക്ഷമാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. അത് നമുക്ക് താഴ്വരയിൽ നിന്ന് എഴുന്നേക്കാം, നമുക്ക് വീക്ഷാഗോപുരത്തിലേക്ക് വരാം, കർത്താവിനെ കാണാം, അവൻ്റെ മഹത്വവും അവൻ്റെ തേജസ്സും അവൻ്റെ ശക്തിയും നമുക്ക് കാണാം. അതുകൊണ്ട് നാം ഒന്ന് വിറയ്ക്കട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് വിറച്ചു കഴിയുമ്പോൾ എന്താണ് 3 കാര്യങ്ങൾ പറയുകയാണ്. ഐ വിൽ റിലൈ ഇൻ മൈ ലോർഡ്, ഞാൻ അവനിൽ ആശ്രയിക്കും. ഐ വിൽ റിജോയ്സ് ഇൻ ഹിം, ഞാൻ അവനിൽ ആനന്ദിക്കും. ഐ വിൽ റെസ്റ്റ് ഇൻ ഹിം, ഞാൻ അവനിൽ ആശ്വസിക്കും. പ്രിയപ്പെട്ടവരെ, അവൻ ആശ്വാസദായകനാണ്. ഹബക്കൂക്കിൻ്റെ ഒരേ കൂട്ടാണ് ഇന്ന് രാവിലെ ആയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ സന്നിധിയിലേക്ക് വരാം, നമുക്ക് അവനിൽ ആശ്രയിക്കാം, അവനിൽ ആനന്ദിക്കാം, അവനിൽ ആശ്വസിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇത് നാം കണ്ടു. അതുകൊണ്ട് ബാബിലോണിയയിലെ വരുത്തി ഇസ്രായേലിന് വലിയൊരു വിശുദ്ധി ഉണ്ടായി, അവർക്ക് വലിയ പരിവർത്തനമുണ്ടായി. ഈ ലോകത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ദൈവം ഇടപെടുന്നതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ഇടപെട്ടുകൊണ്ടേയിരിക്കും. അതിനായിട്ട് നമുക്ക് മിണ്ടാതിരുന്ന യഹോവയെന്ന് കാണാം, നമുക്ക് അവനെ കാണാം, അവൻ്റെ വിശുദ്ധി കാണാം. ഇന്ന് നമുക്കൊരു കാര്യമുണ്ടല്ലോ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ സാധാരണ പറയാറുള്ളത്, യു ക്യാൻ നെയിൽ ദ ട്രൂത്ത്. യു ക്യാൻ നെയിൽ ദ ട്രൂത്ത് ഓൺ ദി ക്രോസ്. You can bury the truth in the tomb, but on the third day truth shall rise.
നിങ്ങൾക്ക് സത്യത്തെ കുരിശിൽ തറയ്ക്കാം, സത്യത്തെ കല്ലറയിൽ നടക്കടക്കാം, മൂന്നാം നാൾ സത്യം ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. നാം സത്യത്തിൻ്റെ വക്താക്കളാണ്. കർത്താവ് ഞാനാണ് സത്യമെന്ന്. കർത്താവ് നമ്മോട് കൂടെയുണ്ട്, വിഷമിക്കേണ്ട. ഞാൻ ഇന്ന് രാവിലെ നാം റെഫറൻസ് ചെയ്തല്ലോ, ഞാൻ ഈ പുസ്തകം ബേണ്ടലെ, നമുക്ക് എത്ര പേർക്കറിയാം, ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിൻ അസംബ്ലിയിലെ ബ്രദറുകാരിയാണ്. മരിച്ചതിന് ശേഷം ആ ബ്രദറുകാരിയാണെന്ന് ആൾക്കാരറിയും. അതൊക്കെ നമ്മുടെ കുഴപ്പം. നമ്മുടെ വിചാരം കുറേ മലയാളികൾ മാത്രം ബ്രദറുകാരുള്ളതാണ് അല്ലേ? ഓർത്ത് നോക്കുക. സഹോദരി അവിടെ വന്നു. ഞാൻ ചോദിച്ചു എങ്ങനെയാണ്, ഞാൻ ഈ പുസ്തകം എഴുതാൻ വേണ്ടി പല പ്രാവശ്യം വീട്ടിൽ പോയിരുന്നു. ഇവിടെ ബാരിപ്പാടയിൽ ഈ സഹോദരിയും മകളും എൻ്റെ വീട്ടിൽ വന്നിരുന്നു ഈ പുസ്തകം റിലീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വന്നത്? പറഞ്ഞു എൻ്റെ അപ്പനും അമ്മയും നമ്മൾ ബ്രദറിന് വിശ്വാസികളാണ്. അവർ കർഷകരായിരുന്നു, എന്നാൽ അപ്പൻ വലിയ പുസ്തക വായനക്കാരാണ്. ധാരാളം മിഷണറിമാരുടെ പുസ്തകങ്ങൾ എൻ്റെ വീട്ടിലാണ്. അത് വായിച്ച ആ മിഷണറി വേലയ്ക്ക് വരും. OML വരികയാണ്. പിന്നെ OML വെച്ചാണ് അവിടുത്തുകാരനായിരിക്കുന്ന ഒരു ബാപ്റ്റിസ്റ്റുകാരനായ ആളിനെ വിവാഹം ചെയ്യുന്നത്. ബാരിപ്പാടയിൽ ഒറീസയിൽ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല ഹോൾ ലാംഗ്വേജിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് എത്ര പേർക്കറിയാം? ദേവർ ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ്. ഹോൾ ലാംഗ്വേജ്. അതുപോലെ മരണത്തിന് ശേഷം 4 സുവിശേഷങ്ങളും ബൈബിൾ സൊസൈറ്റി ഞാൻ പോയിരുന്നു, അവിടെ അത് റിലീസ് ചെയ്യുകയുണ്ടായി. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളോ ചെയ്തായിരുന്നു. അതിനെ അവരെ സഹായിച്ച ഈ കുഷ്ഠരോഗികളെ സ്നേഹിച്ച സേവിച്ച ഈ ദൈവദാസന്മാർ. ഞാൻ ചോദിച്ചു എന്താണ് സംഭവിച്ചത്? 2 കാര്യം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു രാവിലെ പല സഹോദരന്മാർ അവിടെ പോയിരുന്നു. പറഞ്ഞു ഒരു കാര്യം അവർ പറഞ്ഞു, ഈ അവർ മുറിയെല്ലാം അവരുടെ വീടുകളെല്ലാം പൂട്ടിയിട്ടാണല്ലോ ഈ കാതവന്മാർ ഇത് ചുട്ടരിച്ചപ്പോൾ അവർ വെളിയിലോട്ട് ജനലിലെല്ലാം ജനലിൽ നോക്കിയപ്പോൾ ഒരു വലിയ പ്രകാശം, ഒരു ധൂവ മണ്ഡലം ആ ജീപ്പിൽ, എരിഞ്ഞ് അടങ്ങിക്കൊണ്ടിരിക്കുന്ന ജീപ്പിലേക്ക് വന്നു. ആ ജീപ്പിൻ്റെ അകത്ത് അവർ മുകളിൽ കണ്ട 3 ശരീരങ്ങൾ മുകളിലേക്ക് പോകുന്നതായിട്ടാണ്. ഗാഡിസ്റ്റൈൻസ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ പലരോട് ചോദിച്ചു ഇത് വെറും ഒരു ചിന്തയാണോ? അല്ല, പലരും പറഞ്ഞ് കണ്ടെന്ന്. അപ്പോൾ ഗാഡിസ്റ്റൈൻസ് എന്താ പറഞ്ഞത്? എൻ്റെ കർത്താവ് എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയും വേദനയറിയാതെ താൻ എടുത്തതാണ്. രാവിലെ അവർ നാം ഓർത്തതുപോലെ ആ ജീപ്പ് തുറന്നപ്പോൾ 6 അടി 1 ഇഞ്ചുണ്ട് ഗാഡിസ്റ്റൈൻസ് 2 കൊച്ചു കുഞ്ഞുങ്ങളെ, 10 വയസ്സുള്ള ഫിലിപ്പ്, 6 വയസ്സുള്ള തിമോത്തിയെ കെട്ടിപ്പിടിച്ച ഒരു സ്കെലിറ്റൻ. അതിനെ തീ വെച്ച ആ മനുഷ്യൻ, അതിൻ്റെ കൂടെ നിന്ന ആളാണ് ഇന്ന് ഒറീസയിലെ ചീഫ് മിനിസ്റ്റർ. രാജ്യത്തിന് പറ്റി അബദ്ധം കേൾക്കണോ? രാജ്യത്ത് വന്ന് ഡി ജനറേഷൻ കണ്ടോ? ഇന്ന് നിനക്കൊരു മിഷണറിയെ കൊന്നാൽ, ഒരു സുവിശേഷനെ കൊന്നാൽ ഇന്ന് നിനക്ക് മന്ത്രിയാകാം. അരാജകത്വം, ഭാരതത്തിൻ്റെ അരാജകത്വം, ഭാരതത്തിൻ്റെ നാശമാണിത്. അതുകൊണ്ടാണല്ലോ അവർ തന്നെ അടിച്ചിട്ട്, അവർ തന്നെ നമ്മളെ കൊന്നിട്ട് ഫോട്ടോ എടുത്തിടുന്നത്. കാരണം എത്ര പേരെ കൊല്ലുന്നോ, എത്ര പേരെ ആക്രമിക്കോ, അതിനനുസരിച്ച് BJPയിലും RSSലും അവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകും. എന്തൊരു നാശമാണ് നമ്മുടെ രാജ്യം. നമ്മുടെ കേരളം കിരാത ഭാരതമായി മാറുകയാണ്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പേടിക്കണ്ട. ഇന്ന് രാവിലെ നമുക്ക് താഴ്വരയിൽ നിന്ന് എഴുന്നേൽക്കാം, വീക്ഷാഗോപുരത്തേക്ക് വരാം, കർത്താവിനെ കാണാം. സ്വർഗത്തെക്കാളുള്ള ദർശനം, നരകത്തിലെ ദർശനം കാണാം. നരകത്തെ കണ്ടുകൊണ്ട് നമുക്കൊന്ന് എഴുന്നേൽക്കാം. വി ആർ ഓൺ എ പ്രൊബേഷൻ പീരിയഡ്. 70-80 വർഷം നമുക്ക് തന്നിരിക്കുന്നത് അനേകരെ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാനാണ്. വി ആർ ഓൾ ഫയർ ഫൈറ്റേഴ്സ്. നമ്മൾ അഗ്നിശമന സേന അംഗങ്ങളാണ്. ഓരോ നിമിഷവും നരകത്തിലേക്ക് ക്രിസ്തുവിലായി കൊണ്ടുപോയിരുന്നവരെ രക്ഷിക്കുവാനുള്ള ഒരു കടപ്പാട് നമുക്ക് ഗോസിപ്പ് ചെയ്യാം. യേശു രക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏതൊരുവരുടെയും മധ്യത്തിൽ അവന് വേണ്ടി നിൽക്കാം. നമ്മളെ ദൈവം നമ്മെ സഹായിക്കട്ടെ. റിമെമ്പർ ദിസ്, there is no opportunity without opposition. There is no victory without vigilance. There is no winning without warfare. എതിരുകളില്ലാതെ അവസരങ്ങളില്ല, ജാഗ്രതയില്ലാതെ വിജയമില്ല. അവസാന നേട്ടം നമുക്ക് യുദ്ധത്തിലാണ്. യുദ്ധമാണ്. ഈ സഹോദരി ആ ബോഡി വന്നിട്ട് അടുത്തത് 3 ദിവസത്തിനകം ആ ഭർത്താവിൻ്റെയും 3 കുഞ്ഞുങ്ങളുടെയും ആ ശവശരീരം. ഇതാണ് ഗ്ലാഡിസ്റ്റൈൻസും എസ്തേറും പറഞ്ഞത്. ഗ്ലാഡിസ്റ്റൈൻസ് ഇതാണ് പറഞ്ഞത്, My husband and our children have sacrificed their lives for their nation, for this nation. India is my home. I hope to be here and continue to serve the needy. എൻ്റെ ഭർത്താവും കുട്ടികളും ഈ ഭാരതത്തിന് വേണ്ടി അവർ ജീവൻ കൊടുത്തവരാണ്. ആ വേല ഞാൻ തുടരും. എന്നിട്ട് ഗ്ലാഡിസ്റ്റൈൻസ് എസ്തേർ പറഞ്ഞു, I praise God that he found my father worthy to die for Christ. യേശു ക്രിസ്തുവിനുമായിട്ട് ജീവൻ കൊടുക്കുവാൻ എൻ്റെ അപ്പൻ തയ്യാറായത് ഞാനൊരു പ്രശംസയായി എടുക്കുകയാണ്.
ഈ അന്ന് വെറും 13 വയസ്സായിരുന്ന എസ്തേറിന് ഇന്ന് 5 കുഞ്ഞുങ്ങളുണ്ട്. മെഡിക്കൽ ഡോക്ടേഴ്സാണ്. ഗ്ലാഡിസ് സ്റ്റെയിൻസ് ക്യാൻസർ രോഗിയാണ്. ഞാൻ സംസാരിച്ചിരുന്നു. ഗ്ലാഡിസ് സ്റ്റെയിൻസിന് ഇവിടെ വരണമെന്നുണ്ട്. എന്നാൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു, ആളുടെ ഓഫീസ് പറഞ്ഞിരിക്കുന്നില്ല, യു ആർ എ സെക്യൂരിറ്റി റിസ്ക്. കരഞ്ഞുകൊണ്ടാണ്. എനിക്ക് എൻ്റെ ഇന്ത്യയിലൊന്ന് വരണമെന്നുണ്ട്. അവർ വിസ കൊടുക്കത്തില്ല. ദീർഘകാലം 34 വർഷം കുഷ്ഠരോഗികളെ സ്നേഹിച്ച ആ ദൈവദാസിയെ ഒന്ന് തിരിച്ചു വരുവാൻ അനുവദിക്കാത്ത കാവാരികന്മാരാണ് നമ്മുടെ രാജ്യം ഇന്ന് ഭരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സാരമില്ല, ഈ താഴ്വരയിലല്ല, ഈ താഴ്വരയിൽ നിന്ന് സൈനസൈറ്റിസ് എ ബിഗ് പ്രോബ്ലം. പ്രാർത്ഥിക്കണം. ഈ താഴ്വരയിൽ നമ്മളെ കഴിഞ്ഞേക്കാം. അവൻ വരും, വരുവാനുള്ളവൻ വരും, താമസിക്കുമില്ല. ആമേൻ. കർത്താവേ വരയണമേ.